ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ മാരേജ് എൻഡ് ചെയ്യും, പക്ഷെ ഫാമിലി അവിടെ എൻഡ് ചെയ്യുന്നില്ല. മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോ പാരന്റിങ്. നോർമലി ഇപ്പൊ രണ്ട് പാർട്ട്നേഴ്സിന് ഒന്നിച്ച് പോകാൻ പറ്റുന്നില്ല, അപ്പൊ ആ സ്റ്റേജിൽ അവർ ഡിവോഴ്സ് ചെയ്യുന്നു. അപ്പൊ അവിടെ മാരേജ് എൻഡ് ആവട്ടെ, പക്ഷെ കുട്ടിക്ക് അവിടെ ഒരു ട്രോമ വരാതെ നമ്മൾ നോക്കണം. അപ്പൊ കോ പാരന്റിങ് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അതായത് കുട്ടിക്ക് രണ്ട് പാരന്റ്സിലൂടെ നിൽക്കാനുള്ള ഒരു അവസരം ഫ്രീ ആയിട്ട് ഫാദറിന്റെ അടുത്തും മദറിന്റെ അടുത്തും പോകാൻ പറ്റണം. അങ്ങനെ വരുമ്പോൾ കുട്ടിക്ക് കുറച്ചും കൂടെ സ്ട്രെസ്ഫുൾ ആയിട്ട് തോന്നും എല്ലാവരോടും. മാരേജ് ഇഷ്യൂ ആണ് എന്ന് പറയുമ്പോൾ അതിന്റെ ട്രോമ കൂടുതലും വരുന്ന കുട്ടിക്കാണ്. അതായത് അമ്മ ഇപ്പൊ അച്ഛനെ പറ്റി കുറ്റം പറയുക, അല്ലെങ്കിൽ അച്ഛൻ അമ്മയെ പറ്റി കുറ്റം പറയുക. അപ്പൊ കുട്ടിക്ക് തന്നെ കൺഫ്യൂസിങ് നേച്ചർ വരും. അതായത് ആര് പറയുന്നതാണ് സത്യം. ഒരു പാരന്റിന് കുട്ടിയെ കിട്ടാൻ വേണ്ടി കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. ചിലപ്പോൾ ആരാണോ കൂടുതൽ റിച്ച് അവര് കൊണ്ടുപോയി മൊബൈല് അല്ലാത്ത ഗെയിമിംഗ് സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ മറ്റേ ഓപ്പോസിറ്റ് പാർട്ട്ണറിന് ചിലപ്പോൾ അത്രയും സ്റ്റേബിൾ ആയിരിക്കില്ല. ഫ്യൂച്ചറിൽ ഇങ്ങനത്തെ കുട്ടികൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. ആരെ ട്രസ്റ്റ് ചെയ്യണം എന്ന് അറിയാൻ പറ്റില്ല. ആവശ്യമുള്ളതെല്ലാം കിട്ടുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന്. സ്വന്തമായിട്ട് സെൽഫായിട്ട് ഒരു ഐഡന്റിറ്റി കൊണ്ടുവരാൻ സാധ്യതയില്ല. ലൈക്ക് ചിലപ്പോൾ നീ അച്ഛനെ പോലെ പഠിക്കുന്നില്ല, ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അവർ പറയും, അല്ലെങ്കിൽ അമ്മയെ പോലാണെന്ന് നീ ശ്രദ്ധ ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ ആ കുട്ടിക്ക് തന്നെ ഒരു സെൽഫ് റെസ്പെക്ട് ഇല്ലാത്തൊരവസ്ഥ വരും. കോ പാരന്റിങ് ആണ് ബേസിക്കലി നമ്മളിപ്പോൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്.